ഹലോ ഫ്രണ്ട്സ്, ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോളാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. എല്ല് കളഞ്ഞ ചിക്കനാണിത്. ഇനി അതിലോട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ചിക്കനിലുമ ഉപ്പും മഞ്ഞൾപ്പൊടി നന്നായിട്ട് പിടിക്കണം. ചിക്കൻ ഒരു അരമണിക്കൂറോളം ഇങ്ങനെ വെക്കണം. ഞങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. സാധാരണ വേവിച്ചെടുക്കുന്നതിനേക്കാളും എപ്പോഴും എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് ചിക്കൻ റോളിന് എപ്പോഴും ടേസ്റ്റ്. ചിക്കൻ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത് ആറിക്കഴിയുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഞാൻ മിക്സിയിലല്ല പൊടിച്ചെടുക്കുന്നത്, കൈ വെച്ചിട്ടാണ്. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൊടിയായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. ഇത് ഗരം മസാലയാണ്, അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി മുളക് പൊടിയും ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാനും അര ടീസ്പൂൺ തന്നെയാണ് എടുത്താക്കുന്നത്. അപ്പം ഇത് ചേർത്ത് കൊടുക്കുക. അധികം മസാലയുടെ ഒന്നും ആവശ്യമില്ല ഇതിന്, അത്രയും മസാല ചേർത്താൽ മതി. ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി വറുത്തെടുത്താക്കുന്നതാണ്. കൈ വെച്ചാണ് ഞാൻ പൊടിച്ചെടുത്താക്കുന്നത്, മിക്സിയിലല്ല. അപ്പോൾ ഈ ഒരു പരിവമാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവണം. ഇടയ്ക്കിടയ്ക്ക് തൈരുകളോട് കൂടിയത് കണ്ട. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ചിക്കനും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. ഇപ്പം എല്ലാനും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മസാലയൊക്കെ. ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ റോളിനുള്ള കവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ദോശ തയ്യാറാക്കാം. 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത്, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം.
അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുത്തിട്ടുണ്ട്. അടിക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഇതേപോലെ ലൂസായിട്ട് വേണം അടിച്ചെടുക്കാൻ. തിക്കും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഈ ഒരു പരുവത്തിന് വേണം ഈ മാവ് മിക്സിയിൽ അടിച്ചെടുക്കാൻ. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. ദോശ നന്നായിട്ട് നൈസായിട്ട് ചുട്ടെടുക്കണം. കോട്ടിങ് നല്ല നൈസായിട്ടായിരിക്കണം ഇരിക്കേണ്ടത്. ഒരു വശം വേവുമ്പോൾ നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ എല്ലാ ദോശയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് ആ ഒരു ദോശ എടുത്തിട്ട് നമ്മൾ ചിക്കൻ റെഡിയാക്കിയിട്ടില്ലേ ആ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരറ്റത്തായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ 2 അരികുകളും ആദ്യം തന്നെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് ആദ്യം മടക്കുക. അതിനുശേഷം 2 സൈഡും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മടക്കണം. എന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യത് ആ ചിക്കൻ റോള് റെഡിയാക്കി വെച്ചിട്ടില്ലേ ആ മുട്ടയിലോട്ട് മുക്കിയെടുക്കുക. ബ്രെഡ് ക്രബ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാനും നമുക്ക് അതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലാസ്റ്റത്തേന് ഇപ്പോൾ എല്ലാവരും നമ്മൾ ബ്രെഡ് ക്രബ്സിൽ മുക്കി കഴിഞ്ഞു. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലാണ് ഞാൻ മൊരിയിച്ചെടുക്കുന്നത് എല്ലാവരും. ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ വശവും നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഓരോന്നും
എടുക്കുക കേട്ടോ. ഇനി അടുത്ത സെറ്റും അതേപോലെ തന്നെ മൊരിച്ചെടുക്കുക. നമ്മുടെ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്.